ഞാൻ സുബി ആദ്യം ആശുപത്രി കിടന്നപ്പോൾ സുബി പറഞ്ഞു ഞാനിവിടെ ആശുപത്രിയിലുണ്ട്. എൻ്റെ വീട് ആ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ്, രാജഗിരി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ സുബിയെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ കോവിഡുള്ള സമയമാണ്. അപ്പം ഞാനിങ്ങനെ മാസ്കൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞു, ആ ചേട്ടാ സൂക്ഷിക്കണം, കോവിഡൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് കുറേ ഉപദേശമൊക്കെ തന്നു. ഞാൻ വീട്ടിൽ തിരിച്ച് ചെന്ന് എനിക്ക് പിറ്റേ ദിവസം കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ ഞാൻ സുബിനെ വിളിച്ചിട്ട് പറഞ്ഞു, സുബി എനിക്ക് കോവിഡായിട്ട് എന്ന് പറഞ്ഞപ്പോൾ കുറേ ചിരിച്ചോളൂ. ചിരിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ തന്നെ വേണം, എന്നെ കാണാൻ വന്നിട്ടല്ലേ, അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കൊക്കെ ചെയ്തു. അതിനുശേഷം രണ്ടാമത് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, പക്ഷേ ഞാൻ പോയില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കോവിഡായാലോ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയൊക്കെ പറഞ്ഞ ആളാണ്. ഉഴവൂർ പള്ളിയിൽ എനിക്കൊരു പ്രോഗ്രാം, അപ്പോൾ ആ പ്രോഗ്രാം ഞാനാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രോഗ്രാമിന് ഒരു ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്തിരുന്നു. സുബിക്ക് അന്ന് എന്തോ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ആളെ വെച്ചത്. അങ്ങനെ ഞാൻ അവിടെ പ്രോഗ്രാമിന് പോയി. അവിടെ എത്താമെന്നാണ് ആർട്ടിസ്റ്റ് പറഞ്ഞത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് ഫോൺ ചെയ്തിട്ട് പറയണത്, എനിക്ക് വരാൻ പറ്റില്ല, സുഖമില്ലാതെ കിടക്കുകയാണ്, എനിക്കൊരു രീതിയിൽ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോൾ വരും. ഞാൻ അങ്ങനെ പേടിച്ചു, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റണ്ടേ. ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ പരിപാടി തുടങ്ങണം. ഞാൻ അപ്പം തന്നെ സുബീനെ വിളിച്ചിട്ട് പറഞ്ഞു, സുബി ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ സുബി പറഞ്ഞു, എൻ്റെ വർക്ക് തീർന്നു ചേട്ടാ, ഞാനിപ്പോൾ തന്നെ പുറപ്പെടാമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ റേറ്റൊന്നും ചോദിച്ചൊന്നുമില്ല, എനിക്ക് എന്ത് തരുമെന്നോ അങ്ങനെ അങ്ങനെയുള്ള ഒരു ബാർഗെയിനിങ്ങും ഇല്ല ആൾ. അപ്പം തന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പുള്ളിയും അങ്കിളും കൂടിയും നേരെ ഉഴവൂർ വന്നു. ഞാൻ പരിപാടിക്ക് സ്റ്റേജിൽ ഫസ്റ്റ് ബെല്ല് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് സ്റ്റേജിൻ്റെ ഗ്രീൻ റൂമിൽ വന്ന ആൾ. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. പിന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾ ഒരുമിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സുബി എന്ന് പറയുമ്പോൾ. സുബി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ കലാലോകത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ്.